നമസ്കാരം, ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ആനച്ചുണ്ടയിൽ ഒരു തക്കാളി കൃഷി കേൾക്കുമ്പോൾ ഒരല്പം വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ടല്ലേ? നമ്മൾ സാധാരണ ടെറസിലും ഗ്രോ ബാഗിലും അതുപോലെ തന്നെ പരിമിതമായ സ്ഥലങ്ങളിലെല്ലാം കൃഷി ചെയ്യുന്ന നിരവധി കർഷകരെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ആനച്ചുണ്ടയിൽ കൃഷി ചെയ്ത് വ്യത്യസ്തരാവുകയാണ് അടയ്ക്കാത്തോട് പടിയക്കണ്ടത്തിൽ തോമസ് ഏട്ടനും പ്രിൻസ് ചേച്ചിയും. ആനച്ചുണ്ടയിൽ തക്കാളി കൃഷി ഇത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു കൃഷി രീതിയല്ല. എന്താണ് ഇത് സംഭവം? ശരി, തക്കാളി, മുളക്, വഴുതന ഈ മൂന്ന് സാധനങ്ങളും ഒരേ കുടുംബത്തിൽപ്പെട്ട ഒരേ വർഗത്തിൽപ്പെട്ട സാധനങ്ങളാണ്, പച്ചക്കറികളാണ്. ഇതിന് മൂന്നിനും വരുന്ന ഒരു രോഗമാണ് ബാക്ടീരിയൽ വാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വേര് വഴിയാണ് വരുന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ തക്കവണ്ണം പ്രത്യേകിച്ച് നമ്മൾ ഈ ഹൈബ്രിഡ് നല്ല വിളവ് കിട്ടുന്ന വിത്തിനങ്ങൾ നട്ടാൽ പോലും അതിന് കൂടുതലും നമ്മുടെ ഈ കേരളത്തിലെ മണ്ണിൻ്റെ അംശം കൂടുതലുള്ളത് കൊണ്ട് പെട്ടെന്ന് ബാക്ടീരിയൽ വാട്ടം വരും. അപ്പം അതിനെ പ്രതിരോധിക്കാൻ തക്കവണ്ണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഗ്രാഫ്റ്റിങ്. അതായത് നമ്മൾ ചെയ്യുന്നത് നാടൻ ഇനങ്ങളിലാണ്. ഒന്നെങ്കിൽ നാടൻ വഴുതന ഇനങ്ങളിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഏറ്റവും നമുക്ക് ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ കഴിയുന്ന ഒന്നാണ് ആനച്ചുണ്ടയിൽ ചെയ്യുക എന്നുള്ളത്, ഗ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ദ്രുതവാട്ടത്തെ ബാക്ടീരിയൽ വാട്ടത്തെ തടയാൻ കഴിയും. ഇങ്ങനെ ഒരു ആശയം ആരാണ് ഫസ്റ്റ് കൊണ്ടുവരുന്നത്? ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇത് ശരിക്കും നമുക്ക് നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് അറിയാം. ഗ്രാഫ്റ്റ് ചെയ്താൽ അതിനെ പ്രതിരോധിക്കും എന്നുള്ളത് അറിയാം. പക്ഷെ നമ്മൾ നമ്മുടെ തോട്ടത്തിൽ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ഈ വർഷം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ചില ഹസ്ബൻഡ് ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. വർഷങ്ങളായിട്ട് നഴ്സറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാം ഇതിനെക്കുറിച്ച്. മക്കളും 3 പേരും ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ്ങിൽ സ്റ്റേറ്റ് ലെവലിൽ മത്സരിച്ചിട്ടുണ്ട്. 3 പേരും സ്റ്റേറ്റ് ലെവലിൽ വിന്നേഴ്സാണ്. അപ്പോൾ അവരും ഈ മത്സരങ്ങളിൽ ഈ കാര്യം ചെയ്യാറുണ്ട്. ചുണ്ടയിൽ അവിടെ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. മുളകും വഴുതനയും തക്കാളിയും എല്ലാം ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്വന്തം തോട്ടത്തിൽ ഇതുവരെ അത് ചെയ്ത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഒന്ന് ഈ വർഷം ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഒരെണ്ണമാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ചോട് ചെയ്ത് ഇത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. നല്ല വളർച്ചയാണ്. സാധാരണ നമ്മളൊരു തക്കാളി വെച്ചാൽ ഒരിക്കലും ഇത്രയും വളർച്ച കിട്ടില്ല. ഇപ്പോൾ ഇത് കണ്ടില്ല, ഇത്രയും കായി കഴിഞ്ഞും പുതിയ ശിഖരങ്ങൾ ഉണ്ടായി നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. അപ്പം അത്രയും വളർച്ചയാണ്. മറ്റ് കേടുകളും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴും ഞങ്ങൾ കൂടുതൽ ശിഖരങ്ങളിലും മറ്റ് ചൂടുകളിലും ചെയ്തു. അപ്പോൾ എല്ലാം പിടിച്ചു വന്നു. ഇപ്പോൾ തക്കാളിയിലല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? തക്കാളി, മുളക്, വഴുതന ഇത് മൂന്നും നമുക്ക് ചെയ്യാൻ പറ്റും. നിലവിൽ വഴുതന ചെയ്തിട്ടില്ല. ഇതിൽ മുളക് ചെയ്ത് പിടിച്ചായി വരുന്നേ ഉള്ളൂ, വളർന്നു തുടങ്ങിയതേ ഉള്ളൂ. 3 നമുക്ക് ചെയ്യാൻ പറ്റും ചുണ്ടയിൽ. ഇവിടെ ഇതല്ലാതെ വേറെ തോട്ടം കൃഷി രീതികൾ വല്ലതും ഉണ്ടോ? ഞങ്ങൾ കൃഷിക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തരം കൃഷികളും ഉണ്ട്. കശുമാവ്, റബ്ബർ, തെങ്ങ്, ജാതി, കൊക്കോ, കുരുമുളക്, വാനില, അതുപോലെ ഫ്രൂട്ട്സ്, വിദേശ പഴവർഗ്ഗങ്ങളുടെ ഒരു തോട്ടമുണ്ട്. അങ്ങനെ എല്ലാത്തരം പച്ചക്കറികളും എല്ലാത്തരം ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ എല്ലാ കൃഷികളും ഉണ്ട്. പിന്നെ നമ്മൾക്ക് ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു തോട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറികളിൽ നിന്ന് അഗ്രികൾച്ചർ സ്റ്റുഡൻസും അതുപോലെ തന്നെ കൃഷിഭവൻ്റെ ഇതിൽ തന്നെ ആത്മയുടെ ഒക്കെ ട്രെയിനിങ് പ്രോഗ്രാമുകൾക്കായിട്ട് ആളുകൾ വരാറുണ്ട്. ട്രെയിനിങ്ങുകൾക്ക് പ്രദർശന തോട്ടം എന്ന നിലയിൽ കാണാൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ കേളകം പഞ്ചായത്തിൻ്റെ ടൂറിസത്തിലുള്ള പ്രദർശന തോട്ടമാണ് നമ്മുടെ തോട്ടം. ഇത് ഒരു കുടുംബം മൊത്തം കർഷകരാണ്. ഈ ഒരു കൃഷിയോടുള്ള താല്പര്യം ഫസ്റ്റ് ആർക്കാണ് തുടങ്ങുന്നത്? ശരിക്കും ഹസ്ബൻഡ് ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ച് വളർന്നയാളാണ്. അപ്പം അവർ ചെറുപ്പം തൊട്ടേ അങ്ങനെ കൃഷി ചെയ്ത് ശീലിച്ച് വളർന്നവരാണ്. അപ്പം അതുപോലെ ഈ ബഡ്ഡിങ് ക്രാഫ്റ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയിൽ നഴ്സറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2012 വരെ ഉണ്ടായിരുന്നു നഴ്സറി. അപ്പോൾ ഇപ്പോഴും അനിയനും ചേട്ടനും എല്ലാം നഴ്സറി ഉണ്ട് താനും. അതുകൊണ്ട് അവരൊരു കാർഷിക കുടുംബത്തിൽ ജനിച്ച് വളർന്നു. ഞാൻ അങ്ങോട്ടേക്ക് കല്യാണം കഴിച്ച് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമായി. ഞാനും ആ ഫീൽഡിലേക്ക് വന്നു. മക്കളാണെങ്കിലും 2 പേരും, ഇപ്പം മൂത്തയാളും രണ്ടാമത്തെ മോളും അതെ, 2 പേരും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഗ്രികൾച്ചറാണ് എടുത്ത് പഠിച്ചത്. അത് കഴിഞ്ഞ് ഡിഗ്രിയായി ഓരോരുത്തരും ഓരോ ഫീൽഡിലേക്ക് പോയി. ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള പുതിയ കൃഷിരീതികൾ നമ്മുടെ മലയോര മേഖലയിലെ ജനങ്ങൾക്കായി പരിചയപ്പെടുത്താൻ തോമസ് ഏട്ടനും പ്രിൻസ് ചേച്ചിക്കും കഴിയട്ടെ എന്ന്
ആശംസിക്കുകയാണ്. അശ്വതി കൊട്ടിയൂരിനോടൊപ്പം അക്ഷര, ട്രൂത്ത് വിഷൻ ന്യൂസ്, കേളകം.